വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുന്നോട്ട് വെച്ച 16 ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പിലാണ് നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ ധാരണയായത്. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള 2 എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. കോളേജ് അടച്ച് 1 മാസമായിട്ടും അധ്യയനം പുനരാരംഭിക്കാത്തതിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചതായി രക്ഷിതാക്കൾ പറഞ്ഞു. ഇന്നൊരു PTA കമ്മിറ്റി രൂപീകരിച്ച് ഫലപ്രദമായി ഇവിടുത്തെ അക്കാഡമിക് കാര്യങ്ങളിലും കുട്ടികളുടെ പഠന കാര്യങ്ങളിലെല്ലാം മ്യൂച്വലായി ഇടപെടുന്നതിന് വേണ്ടി ഫലപ്രദമായ ഒരു PTA കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ പ്രഥമ യോഗം നടന്ന് നാളെ കോളേജ് തുടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 20-ലധികം അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ടത് മൂലം ശനിയാഴ്ചയും കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കും. 2 എഞ്ചിനീയറിംഗ് കോളേജുകൾ തുറക്കുന്നത് സംബന്ധിച്ച് തൃശൂർ ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്ന് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ PK കൃഷ്ണദാസ് വ്യക്തമാക്കി. ഈ ഉണ്ടായ സംഭവങ്ങളെല്ലാം വളരെ നിർഭാഗ്യകരമാണ്. അതിലെന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ മാനേജ്മെന്റിന്റെ ഭാഗത്തോ കോളേജ് അധികാരികളുടെ ഭാഗത്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ പഠനം ഇനി അധികം വൈകിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് 1-2 ദിവസങ്ങൾക്ക് തന്നെ തുടർന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകാനാണ്, അതിനുള്ള സാഹചര്യം ഒരുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം യോഗത്തിൽ നിന്ന് 4 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും മാറ്റി നിർത്തിയത് പ്രതിഷേധത്തിന് വഴിവെച്ചു. പ്രിൻസിപ്പലിനോട് അപമര്യാദയായി പെരുമാറിയതിനാലാണ് യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്ന് PTA ഭാരവാഹികൾ അറിയിച്ചു. എന്നാൽ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിച്ച തങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാനും കോളേജിൽ നിന്ന് പുറത്താക്കാനും ശ്രമം നടക്കുന്നതായി വിദ്യാർത്ഥികളും ആരോപിച്ചു. റിപ്പോർട്ടർ, പാലക്കാട്.